ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ് 1974 പണി കഴിഞ്ഞ നാഷണൽ മെമ്മോറിയൽ ചോർട്ടൻ. ഞങ്ങൾ ഭൂട്ടാനിൽ എത്തിയതു മുതൽ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂട്ടാനിലെ ഒരു പ്രധാന ബുദ്ധമത സ്മാരകമാണ് ഈ കാണുന്ന നാഷണൽ മെമ്മോറിയൽ ചോർട്ടൻ. സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് ഭൂട്ടാനിലെ ജനത ഈ സ്തൂപത്തെ കാണുന്നത്. ഓരോ ദിവസവും ആയിരക്കണക്കിന് പേർ ആ സ്തൂപത്തിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഭൂട്ടാനിൽ എവിടെ പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഈ കാണുന്ന പ്രയർ വീൽസ്. ഇത്തരം പ്രയർ വീലുകൾക്ക് ഉള്ളിൽ ബുദ്ധമത മന്ത്രം എഴുതിയ കടലാസുകൾ അടക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രയർ വീൽ ഓരോ തവണ കറക്കുമ്പോഴും അതിനുള്ളിലെ മന്ത്രങ്ങൾ അത്രയും തവണ ഉറക്കെ ചൊല്ലുന്നതിന് തുല്യമായിട്ടാണ് ഭൂട്ടാനീസ് ജനത കണക്കാക്കുന്നത്. കൂടുതൽ കറക്കുന്തോറും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുമെന്നും അവർ ഇന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ് ഭൂട്ടാനിലെ ടാക്കിൻ സൂ. ഭൂട്ടാൻ്റെ ദേശീയ മൃഗമായ ടാക്കിനെ വംശനാശ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി തുടങ്ങിയിരിക്കുന്നതാണ് ഈ ടാക്കിൻ സൂ. ആടിൻ്റെ തലയും പശുവിൻ്റെ അസ്ഥിക്കൂടവും കൂടിച്ചേർത്ത് 15-ാം നൂറ്റാണ്ടിലെ ബുദ്ധസന്യാസിയായ ലാമ ഡ്രുപ്പ കുൻലി എന്ന ബുദ്ധസന്യാസി ഈ മൃഗത്തെ സൃഷ്ടിച്ചു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഈ കാണുന്നതാണ് ടാക്കിൻ. ഈ ഒരു മൃഗത്തെ സൂവിൻ്റെ ഉള്ളിൽ കണ്ടുപിടിക്കാൻ നല്ല രീതിയിൽ ഞങ്ങൾ പാടുപെട്ടു. അതുകൊണ്ട് തന്നെ സൂയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരും നല്ല രീതിയിൽ ക്ഷീണിച്ചിരുന്നു. നേരം വൈകുന്നേരമായിരിക്കുന്നു. ഇനി ഞങ്ങളുടെ യാത്ര ഭൂട്ടാനിലെ സെൻറ്ററി ഫാർമേഴ്സ് മാർക്കറ്റ് കാണാനാണ്. ഇവിടെ 2 നിലകളിലായിട്ടാണ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. താഴെ നിലയിൽ അയൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പഴങ്ങളും പച്ചക്കറികളും ആണ് അവർ വിൽക്കുന്നത്. അതേസമയം മുകളിലെ നിലയിൽ ഭൂട്ടാനിൽ തന്നെ ഓർഗാനിക്കായി നിർമ്മിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും വിൽക്കാൻ മാത്രമേ അവിടെ അനുവാദം ഉള്ളൂ. ഭൂട്ടാനിലെ ഇത്തരം മാർക്കറ്റുകൾ കാണുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ നാട്ടിലെ മാർക്കറ്റുകൾ ഏത് കാലത്ത് ഈ രീതിയിലേക്ക് മാറുമെന്നുള്ളത് നമുക്ക് സംശയമാണ്. ഇന്ന് കേരളത്തിൽ പല മാർക്കറ്റുകളിലും ബഹുനില കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട് എങ്കിലും ഇന്നും പഴം പച്ചക്കറികളും എല്ലാം വിൽക്കപ്പെടുന്നത് അത്തരം കെട്ടിടങ്ങൾക്ക് പുറമെയാണ് എന്നതാണ് കേരളത്തിൻ്റെ രീതി. ഭൂട്ടാനീസ് ജനതയുടെ ഭക്ഷണ രീതികൾ മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം മാർക്കറ്റുകൾ സന്ദർശിച്ചാൽ മതിയാകും.